RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുമ്പോൾ ചാമ്പ്യൻസ് ലീഗിന്റെ റിവ്യൂ ആൻഡ് പ്രഡിക്ഷനെ കുറിച്ചാണ്. അതെ, ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ ഫസ്റ്റ് ലെഗ് മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. റൗണ്ട് ഓഫ് 16 ഇനി സെക്കൻഡ് ലെഗ് മത്സരത്തിൽ എന്തായിരിക്കും നടക്കാൻ പോകുന്നതിനെ കുറിച്ചൊരു പ്രഡിക്ഷൻ അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. റൈഹാൻ കുറെ കാലത്തിന് ശേഷമാണ് വീഡിയോയിൽ വരുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ എക്സാമും അതേപോലെ തന്നെ നോമ്പൊക്കെ ആയപ്പോൾ ആള് ഫുള്ളായിട്ട് മാറിയിരുന്നു. എന്നെ കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിപ്പിച്ച ആളാണ്. ഇപ്പൊ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ തന്നെ ഭയങ്കര മടിയേക്കുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. എക്സാം അതും ആനുവൽസ് ആയിരുന്നു. ആനുവൽസ് ആയിരുന്നു. അതിന് മുമ്പ് എന്തായിരുന്നു, മുമ്പ് വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു 5 വീഡിയോക്ക് വിളിച്ചു കഴിഞ്ഞാൽ 1-2 വീഡിയോക്ക് വരും. അപ്പൊ ഇനി സ്ഥിരമായിട്ട് ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് ആദ്യ മത്സരമായ ഗലത്തസറായ് വിസസ് ലിവർപൂൾ മത്സരത്തിലേക്ക് കിടക്കാം. മത്സരത്തിൽ ഗലത്തസറായിന്റെ ഹോം ഗ്രൗണ്ടിലായിരുന്നു മത്സരം നടന്ന് 1-0 വിജയിച്ചത്. ലിവർപൂളിനെ എന്താ പറയാ ഒന്നല്ലാതാക്കിയിട്ടാണ് അവര് ഗലത്തസറായിന്റെ ഹോം ഗ്രൗണ്ടിൽ പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നടന്ന മത്സരത്തിൽ ജുവന്റസിനെ 5-3 പരാജയപ്പെടുത്തി. പിന്നെ അതിനുശേഷം ജുവന്റസിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ടും അവിടെ 5-5 സമനിലയാവുന്നു. പിന്നെ അതിനുശേഷം 2 ഗോള് ഇഞ്ചുറി ടൈമിന് ശേഷം എക്സ്ട്രാ ടൈമിൽ 2 ഗോൾ എക്സ്ട്രാ അടിച്ചിട്ടാണ് അവര് വരുന്നത്. അപ്പൊ നിസാരക്കാരല്ല ഗലത്തസറായ്. ലിവർപൂളിനെ പോലെ ലിവർപൂൾ ഇപ്പൊ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കണ്ടൻഡേഴ്സ് ആണ്. അതെ, അവര് 5th പൊസിഷനിലേക്കാണ് നിൽക്കുന്നത്. പക്ഷെ ലിവർപൂള് വന്നിട്ട് ചാമ്പ്യൻസ് ലീഗിൽ നല്ല ഇതിലാണ്. ഇപ്രാവശ്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ആ ഒരു സ്റ്റാർട്ടിങ് ടോപ്പ് 8 ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോ 8 കയറിയിട്ടുണ്ട്. അപ്പോ ഇനി ആൻഫീൽഡ് ആണ്. ആൻഫീൽഡിൽ അവർ ഒറ്റയ്ക്ക് നടക്കൂല എന്നൊക്കെ കുറെ ടാഗ് ലൈൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ സീസൺ കഴിഞ്ഞോടുകൂടി ഈ സീസണിൽ മൊത്തത്തിൽ എല്ലാ ടീമുകളും വന്നിട്ട് ആൻഫീൽഡ് വന്ന് കൊട്ടിയിട്ട് പോണ്. എന്തായിരിക്കും അടുത്ത റൗണ്ടിൽ ലിവർപൂളിന് അവരുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് ഗലത്തസറായ് എന്തായിരിക്കും ചെയ്യാൻ പോവാ? എന്തായിരിക്കും ചാൻസ്? ആരായിരിക്കും ജയിക്കാനുള്ള ചാൻസ്? ഗലത്തസറായ് എന്തായാലും ഈ ലീഡിനെ പിടിക്കാൻ നോക്കും. ഫസ്റ്റ് ഹാഫിൽ ഈ ലീഡ് പിടിക്കാൻ നോക്കും. സെക്കൻഡ് ഹാഫിൽ ചിലപ്പോ ഒന്ന് ഇറങ്ങി അറ്റാക്ക് ചെയ്യും. പിന്നെ ലിവർപൂളിനെ റിവേഴ്സ് തടക്കും. ലൈക്ക് ലിവർപൂൾ ബോൾ കണ്ടുവരുമ്പോ അവന് പരമാവധി ഡിഫൻസ് ചെയ്യാൻ നോക്കും. അതേപോലെ തന്നെ ഇവര് ബോൾ കിട്ടുമ്പോൾ കൗണ്ടറിന് പോകും. അതെ, എന്തായാലും ഫസ്റ്റ് ഗോൾ വഴങ്ങാതിരിക്കുകയായിരിക്കും ഗലത്തസറായിന്റെ പ്രയോറിറ്റി. ഫസ്റ്റ് ഗോൾ വഴങ്ങാതെ സെക്കൻഡ് ഹാഫിൽ പറ്റുകയാണെങ്കിൽ ഒരു സമനിലയ്ക്കോ അല്ലെങ്കിൽ ഒരു വിജയ ഗോളിനോ വേണ്ടി ശ്രമിക്കാന്നുള്ള കാര്യമായിരിക്കും. പരമാവധി ആ ഗോൾ അടിക്കുന്നവരെ, ഒരു ഗോൾ വഴങ്ങുന്നവരെ ഇവർ പരമാവധി ഡിഫൻസിൽ തന്നെ ആയിരിക്കും കളിക്കുക. പിന്നെ കിട്ടുന്ന ബോളുകൾ കൗണ്ടറിനായിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കും അതില്. അപ്പൊ എന്നാലും ആരാണ് ജയിക്കാൻ ചാൻസ് കൂടുതൽ? ജയിക്കാൻ ചാൻസ് ആയിട്ട് കാര്യമില്ല. കാരണം ഈ ഗലത്തസറായ് എന്നൊക്കെ പറയുന്നത് ടോപ്പ് 5 ലീഗ്സിന്റെ താഴെയുള്ള ലീഗിലുള്ള ഒരു ടീമാണ്. ആ ടീം വരെ വന്നിട്ട് ലിവർപൂളിന് പണി കൊടുക്കാന്ന് വെച്ചാൽ അത് നിസ്സാരക്കാരില്ല. ഇവര് ബോർഡോ ലിമിറ്റ്, അതേപോലെ സ്പോർട്ടിംഗ് CP, അങ്ങനെ കുറച്ച് പേരുണ്ട് കറുത്ത കുതിരായിട്ട് വരുന്നത്. അപ്പൊ ആരായിരിക്കും, അല്ല എങ്ങനെയായിരിക്കും റിസൾട്ട് എന്നായിരിക്കും? എന്റെ ഇതില് ഒരു 3-2 അല്ലെങ്കിൽ 2-1 ലിവർപൂൾ ജയിക്കും. ലിവർപൂൾ അടുത്ത റൗണ്ടിലേക്ക് കയറുന്നതാണ്. ലിവർപൂൾ ആണല്ലേ? ഞാൻ ഒന്ന് ഗലത്തസറായിനെ കുറിച്ച് ഓർത്തു. കാരണം ഗലത്തസറായിന് എന്താന്ന് വെച്ചാൽ പാഷൻ ഉണ്ട്. പാഷൻ എന്ന് വെച്ചാൽ അവരുടെ ടീമിന് എന്തും ചെയ്യും അവര്. പക്ഷെ എന്താ കാരണം എന്ന് പറഞ്ഞാൽ ആൻഫീൽഡിന്റെ ഹോം ഗ്രൗണ്ട് ആണ്. ലിവർപൂളിന് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ നിന്റെ പ്രയോറിറ്റിയിൽ എന്ന് പറഞ്ഞാൽ ഗലത്തസറായ് ജയിക്കാനാണ് ചാൻസ്. ഏകദേശം അങ്ങനെ തന്നെ. കാരണം ലിവർപൂളിന്റെ ഈ സ്റ്റാൻസ് വെച്ച് നോക്കുമ്പോൾ, ഇപ്പോഴത്തെ ലീഡും വെച്ച് നോക്കുമ്പോൾ ഗലത്തസറായ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് 1-0 നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ കയറുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്ത കളിയിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റയുടെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ബയൺ മ്യൂണിക്ക് ഇങ്ങനെ പടക്കം പൊട്ടിച്ച് കളിച്ച ഒരു കളിയാണ് കഴിഞ്ഞത്. അറ്റ്ലാന്റയെ പോലെ ക്ലബ്ബ് അത്യാവശ്യം നല്ല രീതിക്കാണ് അവർ കളിച്ച് ഫസ്റ്റ് റൗണ്ട് ഒക്കെ കളിച്ച് വന്നത്. അതിനുശേഷം ബയൺ മ്യൂണിക്ക് 6-1 നിലം പരിശോധിക്കുക. അത് എന്താ പറയാ, ഒരു മിനിറ്റ്, ഇത് അവരുടെ ഹോം ഗ്രൗണ്ടില്, അറ്റ്ലാന്റയുടെ ഹോം ഗ്രൗണ്ടിൽ ബയൺ മ്യൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടിൽ. ആ ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജും അവിടുത്തെ സൗണ്ടും, ഈ 6 ഗോളിന് തോറ്റിട്ടും അവിടുത്തെ കാണികള് അവർക്ക് വേണ്ടിയിട്ട് അറ്റ്ലാന്റ എന്ന് പറയുന്ന ക്ലബിന് വേണ്ടിയുള്ള ചെയർ വിളിക്കുന്നത് കുറഞ്ഞിട്ടില്ല. അത്ര ആ ഒരു എനർജി, ആ 90 മിനിറ്റ് കഴിഞ്ഞിട്ട് ആ എനർജി തന്നെ 90 മിനിറ്റ് ശേഷമാണ് ആ ആശ്വാസ ഗോൾ അടിക്കുന്നത്. എന്തായിരിക്കും ഇതിന്റെ ഒരു കാഴ്ചപ്പാടില്? എന്തായാലും ബയൺ ഇത്ര 6 ഗോൾ അടിച്ചില്ലേ, ഇനി കംബാക്ക് ഉണ്ടെങ്കിൽ അത് വല്ല മിറാക്കിൾ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ബയണിന്റെ അരീനയിൽ പോയിട്ട് ആ ഗ്രൗണ്ടിൽ പോയിട്ട് അറ്റ്ലാന്റയ്ക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര കടുകട്ടിയുള്ള കാര്യം. ചിലപ്പോ 1-2 ഗോൾ അടിക്കാൻ സാധ്യതയുണ്ട്. അറ്റ്ലാന്റ 1-2 അടിക്കുള്ളൂ. പക്ഷെ ഇവിടെ ചിലപ്പോ ഇതേപോലെ 6-5 ചിലപ്പോ അടിച്ചു വരും. എന്താണ് അവരുടെ അറ്റാക്കിങ്? ബയൺ മ്യൂണിക്കിന്റെ അറ്റാക്കിംഗ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത അറ്റാക്കിംഗ്. എല്ലാവരും ഗോൾ അടിക്കുന്നത്, അല്ലാണ്ട് ഒരു പ്ലെയർ ഒന്നല്ല അടിക്കുന്നത്. വന്നു പോയതിനൊക്കെ ഗോൾ അടിക്കുകയാണ്. അങ്ങനെ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-3 അല്ലെങ്കിൽ 10-2 അഗ്രിഗേറ്റ് വരാൻ പോകുന്നത്. ചിലപ്പോ
അഭയാണ് എന്ത് എക്സ്ട്രീമിന് വേണമെങ്കിൽ പോകും. കാരണം അവര് ഗോൾ മെഷീന്റെ പോലെയാണ് ഇപ്പൊ ഗോൾ അടിച്ചോണ്ടിരിക്കുക. എല്ലാവരും ആരെയൊന്നുമില്ല, എല്ലാ ടീമിലും മൊത്തമായിട്ട് ഗോൾ അടിച്ചോണ്ടിരിക്കുക. എല്ലാ പ്ലെയറും ഇപ്പൊ അവര് വരുന്നത് വെറുതെ വരിക, കളിക്കുക, ഗോൾ അടിക്കാൻ പോകുക. ഇതിലാണ് ഈ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കാനുള്ള ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി 2 ടീമുകളാണെന്ന് ബയൺ മ്യൂണിക്കും ആഴ്സണലും. ആകെ ബയൺ മ്യൂണിക്ക് തോറ്റിട്ടുള്ളത് ആഴ്സണലായിട്ട് മാത്രമാണ്. പക്ഷെ ആഴ്സണൽ കഴിഞ്ഞ കളിയിൽ സമനില, അത് അവസാനത്തെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആ ഒരു സമനില രക്ഷപ്പെട്ടത്. നമുക്ക് അടുത്ത കളി നോക്കി കഴിഞ്ഞാൽ അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് 5-2 ടോട്ടൻഹാം ഹോട്ട്സ്പറിനെ പരാജയപ്പെടുത്തി. അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് ഹോം ഗ്രൗണ്ടിലായിരുന്നു, സിമിയോണിയുടെ ഹോം ഗ്രൗണ്ടിലായിരുന്നു. അവിടെ ഇപ്പൊ വമ്പന്മാർക്ക് ആ ഹോം ഗ്രൗണ്ടിൽ കാലടിക്കൊണ്ടിരിക്കുന്നത്. ബാർസ പരാജയപ്പെട്ടു, റയൽ മാഡ്രിഡ് 5-something പരാജയപ്പെട്ടു. അങ്ങനെ വലിയ വലിയ ക്ലബ്ബുകളൊക്കെ വന്ന് അവിടെ പരാജയപ്പെട്ടു. പിന്നെ ആ കളിയിൽ മാത്രമായിട്ട് ടോട്ടൻഹാം ഹോട്ട്സ്പറിന് 3 പ്ലെയർ സ്ലിപ്പായിട്ട് 3 ഗോള് അത്ലറ്റിക്കോ മാഡ്രിഡ് ഗിഫ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതെ, അതിപ്പോ ബാഴ്സിന്റെ കളിയിലും ഉണ്ടായിരുന്നു. അന്നപ്പോ ഈ ഗ്രൗണ്ടിന്റെ സ്ലിപ്പറി എന്ന് പറഞ്ഞപ്പോ ബാഴ്സയ്ക്ക് മാത്രമേ ഉള്ളൂ സ്ലിപ്പറി, അത് അറ്റ്ലാന്റിക്കോ മാഡ്രിഡ്. അപ്പൊ ഈ കളി കഴിഞ്ഞ ശേഷം ആ ഒരു ഗ്രൗണ്ടിന്റെ ഇതും അതേപോലെ തന്നെ അവര് അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന ഷൂവിനെ കുറിച്ചൊക്കെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അത് എത്രമാത്രം സത്യമാണെന്നുള്ള കാര്യം അറിയില്ല. കാരണം ഹോം ഗ്രൗണ്ടിന്റെ അഡ്വാൻറ്റേജ് അവർ ആ ഒരു ലെവലിലുള്ളാക്കിയ ടർഫാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ പ്ലേയേഴ്സിന് കളിക്കാൻ വേണ്ടി. അപ്പൊ ഈ റയൽ മാഡ്രിഡും അതേപോലെ തന്നെ ബാഴ്സലോണ, ലിവർപൂൾ ഇങ്ങനെയുള്ള ക്ലബ്ബുകൾ അവിടെ പോയി കളിക്കുമ്പോൾ അവര് ലോകോത്തര ടർഫിൽ കളിച്ചിട്ട് ഇങ്ങനെയുള്ള ടർഫുകൾ ഇപ്പൊ നമുക്ക് കോപ്പ ഡെൽ റേയിലും അതേപോലെ FA കപ്പിലെ ഈ സെക്കൻഡ് ഡിവിഷനൊക്കെ ടീമുകൾ കളിക്കുമ്പോൾ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി കളിക്കുന്ന സമയത്ത് ഇവർക്ക് കളിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ ചില പട്ടിമറികളൊക്കെ നടക്കലുണ്ട്. ഇപ്പൊ ബോഡോഗ്ലിമിന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഇപ്പൊ ആർക്കും ജയിക്കാൻ കഴിയുന്നില്ല. ഇന്റർ പരാജയപ്പെട്ടു, സിറ്റി പരാജയപ്പെട്ടു, അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് പരാജയപ്പെട്ടു, ഇന്റർ എവേലും ഹോമിലും പരാജയപ്പെട്ടു. അപ്പൊ അവരുടെ ഗ്രൗണ്ട് ചെറിയൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ അവർക്ക് കളിച്ച് പരിശീലിക്കും. ഈ വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ് കളിക്കാൻ അവർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ അത്ലറ്റിക്കോക്കും അതേ കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അത്ലറ്റിക്കോന്റെ ഹോം ഗ്രൗണ്ടിലായത് കാരണം ഈ പ്ലേയേഴ്സ് ഒക്കെ ഈ ഗ്രൗണ്ടിന് നല്ല പരിചയമായത് കാരണം ഇവര് ഷൈൻ ആവുന്നുണ്ട്. മറ്റവര് എങ്ങനെയെങ്കിലും സ്റ്റിപ്പായിട്ടോ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഒരു മിസ്റ്റേക്ക് നടക്കാണ്ട് അത്ലറ്റിക്കോ മാഡ്രിഡും ബാഴ്സലോണയുടെ കളിയിൽ ഗ്രാസിയ ഫസ്റ്റ് ഗോൾ മിസ്സാക്കുന്നത് ഈ ഒരു ജസ്റ്റ് ആ ബോളിന്റെ ഒരു ഇതിൽ വരുന്ന വ്യത്യാസം ഉണ്ടല്ലോ, ഒരു ടൈമിംഗിൽ വ്യത്യാസത്തിൽ കിട്ടിയിട്ടാണ് മിസ്സാക്കുന്നത്. അപ്പോ ഇവർ എന്ത് ചെയ്യുന്ന അത്ലറ്റിക്കോ മാഡ്രിഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഫസ്റ്റ് ഹോം ഗ്രൗണ്ട് ആയിക്കോട്ടെ ഇവരുടെ ഗ്രൗണ്ടിൽ പരമാവധി അഡ്വാൻസ് എടുത്തിട്ട് പരമാവധി ഗോൾ അടിച്ച് കൂട്ടാൻ നിൽക്കുക. സെക്കൻഡ് ലെഗിൽ പോയിട്ട് ബസ് പാർക്ക് ചെയ്യുക, ബസ്സും ലോറിയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്ത്. അപ്പൊ എന്തായിരിക്കും സെക്കൻഡ് ലെഗിൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ? സെക്കൻഡ് ലെഗിൽ ഇനി ടോട്ടൻഹാമിന് ചെയ്യണമെങ്കിൽ അവര് ആ ബസ് പാർക്കിന് ബസ്സിനെ പൊട്ടിച്ച് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവര് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 16ാം സ്ഥാനത്തും 15ാം സ്ഥാനത്തും 16ാം തൊട്ട് പുറകിലാണ്. അതെ, അപ്പൊ ഏത് സമയത്തും പോയിക്കൊണ്ടിരിക്കുക. അതേപോലെ ഈ 2026 അവർക്ക് അട്ടി തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടോപ്പ് 5 വരുന്ന ടീമാണ്. പക്ഷെ ഈ സീസണിൽ ഭയങ്കര മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. യൂഷ്വലി ടോപ്പ് 8 അവര് ഉണ്ടായിരുന്നത്, 5th പൊസിഷനിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു തിരിച്ചു വരവ് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേറെ കാര്യം ചിന്തിക്കേണ്ടതുണ്ട്, ഈ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് അടിച്ച 2 ഗോളുകൾ ഗോൾ കീപ്പറിന്റെ മിസ്റ്റേക്കിൽ വന്ന ഗോളുകളാണ്. അല്ലെങ്കിൽ അവര് 2 ഗോൾ കീപ്പറിന്റെ മിസ്റ്റേക്കും 1 ഡിഫൻഡറുടെ മിസ്റ്റേക്കും. ഇവര് ഗോൾ കീപ്പർക്ക് സ്ലിപ്പ് ആവുന്നുണ്ട്, ഒരിക്കൽ ഡിഫൻഡർ സ്ലിപ്പ് ആവുന്നുണ്ട്. അങ്ങനെ 3 ഗോൾ വരുന്നത്. അപ്പൊ സെക്കൻഡ് ഹാഫിൽ ചിലപ്പോ ടോട്ടൻഹാമിന് ചിലപ്പോ ഒരു എഡ്ജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോ നിന്റെ അഭിപ്രായത്തില് എന്തായിരിക്കും റിസൾട്ട്? എന്തായാലും ഇപ്പൊ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ഒരു നല്ല ലീഡ് ഉണ്ട്. അതിൽ തന്നെ ഞാൻ അറ്റ്ലറ്റിക്കോനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുന്നത് എന്താ പറഞ്ഞാൽ അറ്റ്ലറ്റിക്കോ മാഡ്രിഡ് ബാഴ്സയ്ക്കെതിരെ ആ കളിച്ച ഡിഫൻസീവ് പോയിട്ട് കളിക്കാന്ന് കഴിഞ്ഞാല് ചിലപ്പോ ഇനിയിപ്പോ 3 ഗോളിന്റെ ലീഡ് മതി എപ്പോ എത്താൻ വേണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ടൈറ്റ് ആയിരിക്കും, ഒരു 5-5 ആവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ എക്സ്ട്രാ ടൈമിൽ ആയിരിക്കും കളിയുടെ വിധി നിർണ്ണയിക്കുക. 2 ടീമിനും അങ്ങോട്ടും ഇങ്ങോട്ടും ചാൻസ് ഉണ്ട്. കൂടുതലും ടോട്ടൻഹാം ഹോട്ട്സ്പർ ചിലപ്പോ അവര് എന്താ പറയുക, അവർക്ക് ഒന്നുമില്ല ഇനി നോക്കാൻ, അവർക്ക് മേലും കീഴും നോക്കാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പൊ എന്തായാലും അവർക്ക് ഒരു ചെറിയൊരു എഡ്ജ് കാണുന്നത്. അപ്പൊ അടുത്ത മത്സരത്തേക്ക് വരികയാണെങ്കിൽ ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് വേഴ്സസ് ബാഴ്സലോണ മത്സരം എല്ലാവരും ഉറ്റുനോക്കിയ മത്സരമാണ്. അതിൽ എന്താ പറഞ്ഞാല് സമനിലയിലാണ് പിരിഞ്ഞിരിക്കുന്നത് 1-1. അത് ഒരു ഗോളിന് ലീഡ് ചെയ്ത് 90+4 മിനിറ്റ് ആവാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ള സമയത്താണ് ന്യൂകാസ്റ്റലിനെതിരെ ഓൽമോയുടെ ഒരു പെനാൽറ്റി ലഭിക്കുന്നത്. അതോടുകൂടിയിട്ട് എമാലാണ് ആ ഗോൾ എടുത്തിട്ട് 1-1 സമനിലയാക്കുന്നത്. ഒരു കളി എന്ന് പറഞ്ഞാല് മൊത്തത്തിൽ ന്യൂകാസ്റ്റൽ തന്നെയായിരുന്നു ആ കളിയിൽ കൂടുതൽ ആധിപത്യം ഉണ്ടായിരുന്നത്. എന്താ പറഞ്ഞാല് ബാഴ്സലോണയ്ക്ക് അറിയാം അറ്റ്ലറ്റിക്കോ മാഡ്രിഡിനെ പോലെ പോയിട്ട് അന്നത്തെ പോലെ കളിക്കാൻ പോയി കഴിഞ്ഞാൽ 3-4 ഗോൾ വാങ്ങിച്ചു കൂട്ടുന്നത്. അതിനനുസരിച്ചുള്ള കളിയാണ് ബാഴ്സലോണ കളിച്ചത്. പലരും പറഞ്ഞു ബാഴ്സലോണ എന്താ കളി മോശമായിരുന്നു അങ്ങനെ എങ്ങനെയോ. പക്ഷെ ബാഴ്സലോണയ്ക്ക് അറിയാം അവർ ഫിസിക്കലി അവരുടെ ഗ്രൗണ്ടിന് അഡ്വാൻറ്റേജും ഫിസിക്കലി ആയിട്ടുള്ള കളി അത്ലറ്റിക്സ് ആയിട്ടുള്ള കളിയായിരിക്കും അവർ കളിക്കുക. അപ്പൊ അവരിനെ കൂട്ടണമെങ്കിൽ ഇമാതിരി കളിയെ കളിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഹൻസി ഫ്ലിക്ക് ആ ഒരു ലെവലിൽ കളിച്ചത്. പക്ഷെ ബാഴ്സയുടെ കുറെ മിസ്സുകൾ, അതേപോലെ പെഡ്രിനൊക്കെ ശരിക്കും കൂട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു ഫൗളിലൂടെയും ശരിക്കും ബോഡി ഫിസിക്കൽ മെയിൻ ആയിട്ട് എല്ലാം ഫിസിക്കലുള്ള പ്ലേയേഴ്സിനെ ഇറക്കിയിട്ട് അവര് പെഡ്രിനെയും പിന്നെ മറ്റു പ്ലേയേഴ്സിനൊക്കെ ഇവിടെ എല്ലാരും ഒരു ഓക്കെ ബോഡി ഇതാണ്. പക്ഷെ അവിടെ നല്ല ഫിസിക്കൽ ഉള്ളത് കാരണം
അവർ നല്ലോണം പെഡ്രിയും അതുപോലത്തെ ഈ ഗ്രൂപ്പ് റൗണ്ട് കഴിഞ്ഞപ്പോ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ സമയത്ത് അവിടെ 2-1 ഇതേ ന്യൂകാസ്റ്റലിന്റെ ഗ്രൗണ്ടിൽ പോയി കളി നടന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ പ്ലേയേഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടീമിനെതിരെ ഞങ്ങൾ കളിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെതിരെയാണ് അവർ ശരിക്കും ആ ഫിസിക്കലി ഇട്ട് കളിച്ചത്. അതിൽ എടുത്തു പറയേണ്ട ബാഴ്സലോണയുടെ ഡിഫൻസ് ഭയങ്കര ഇതായിരുന്നു. എന്താണ് കുബാർസിയും ജെറാർഡ് മാർട്ടിനായിട്ട് ഇപ്പോ 11 കണ്ടിന്യൂസ് വിന്നർ അവര് നിന്ന ശേഷം തോറ്റിട്ടില്ല ഡിഫൻസിൽ. അപ്പൊ അറോഹനെ പോലെ പ്ലെയർ ഉണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടാണ് അവർ നിർത്തിയെന്ന് ആ കളിയുടെ അവസാനം തന്നെ ഉണ്ടായിരുന്നു. ആ ഒരൊറ്റ ഗോൾ വീഴാൻ കാരണം അറോഹ എന്ന ചങ്ങായിരുന്നു. അപ്പൊ എന്തായാലും സെക്കൻഡ് ലെഗില് ബാഴ്സലോണ അടുത്ത റൗണ്ടിലേക്ക് കടക്കോ അതോ ന്യൂകാസ്റ്റലാണ്? എന്താണ് ഓപ്ഷൻ? എനിക്ക് ബാഴ്സലോണ ആയിട്ട് തന്നെ തോന്നുന്നു. കാരണം ബാഴ്സലോണന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അടുത്ത നടക്കാൻ പോകണം. പിന്നെ അവരുടെ ഓൾഡ് ഫാൻസും വരുന്നുണ്ട്. നിങ്ങളുടെ കട്ട സപ്പോർട്ടേഴ്സ്, ബാഴ്സന്റെ കട്ട സപ്പോർട്ടേഴ്സ് പുറത്തായിരുന്നു. ന്യൂകാസ്റ്റൽ യുണൈറ്റഡ് ക്യാമ്പ് നൗവിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഇതുണ്ടാവുന്നു. എന്തായാലും ഫൈറ്റ് ചെയ്ത് നോക്കും. പക്ഷെ ഇതേ രീതിക്ക് കളിക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ച് ഇതുണ്ടാവും. പക്ഷെ ക്യാമ്പ് നൗവില് എനിക്ക് തോന്നുന്നില്ല. അതും ഇപ്രാവശ്യം 40,000 നിന്ന് 60,000 സംതിങ് ആയിട്ടുണ്ട് കാണികളുടെ കപ്പാസിറ്റി. അപ്പൊ ആ ഒരു ഗ്രൗണ്ടിൽ വന്നിട്ട് ബാഴ്സലോണയുടെ ഹോം ഗ്രൗണ്ട് ആണ്, ബാഴ്സലോണയുടെ അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഡിജോണും അതേപോലെ തന്നെ ഗാവി തിരിച്ചു വരുന്നുണ്ട്, ഡിജോൺ തിരിച്ചു വരുന്നുണ്ട്, ബാൾഡ് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ന്യൂകാസ്റ്റലിന്. എനിക്ക് തോന്നുന്നു ഒരു 3-1 അല്ലെങ്കിൽ 3-2 ബാഴ്സലോണ ജയിക്കുന്ന വിചാരിക്കുന്നത്. 3-2 3-1 ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്, ഹൈ ചാൻസ് ഉള്ള ഗോൾ സ്കോറിംഗ് ഓപ്ഷൻ ആണ്. എന്താ പറഞ്ഞാൽ ഇവിടെ അവർ ആ ഡിഫൻസീവ് മൂഡിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്തായാലും ക്യാമ്പ് നൗവിൽ അങ്ങനെ ആയിരിക്കില്ല കളി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിനിപ്പോ എന്ത് ഫിസിക്കൽ ഇട്ട് കളിച്ചാലും അവിടെ ഈ ഒരു 2 ഗോളിലോ 3 ഗോളിലോ മാർജിനെ അവർ ജയിച്ചിട്ട് അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നതാണ്. അടുത്ത ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ലെവർകൂസൻ വിസസ് ആഴ്സണൽ മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ 1-1 സമനിലയിൽ പിരിഞ്ഞു. ആ ഒരു ഗോള് രക്ഷപ്പെട്ടു തന്നെ പറയാം ആഴ്സണൽ. എന്താ പറഞ്ഞാൽ ആഴ്സണലിന്റെ ഈ അടുത്ത കാലത്ത് നടന്നാൽ എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള ആ മത്സരത്തിന് ശേഷം ഏറ്റവും മോശമായിട്ടുള്ള കളിയാണ് പറയാം. 2-3 ഓൺ ടാർഗറ്റുകൾ ഉണ്ടായിരുന്നു. അതേപോലെ ഭയങ്കര മോശമായിരുന്നു. ആ ഒരു പെനാൾട്ടി തന്നെ റഫറിയുടെ കനിവ് കൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു തന്നെ പറയാം. ആ പെനാൾട്ടി എങ്ങനെ കൊടുത്തത് എനിക്ക് ഇതുവരെ ഇത് ലാ ലീഗിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലൊക്കെ ആണെങ്കിൽ വാർ ചെക്ക് ചെയ്തോ ഒക്കെ. ഇത് ചാമ്പ്യൻസ് ലീഗ് പോലെ വലിയൊരു ടൂർണമെന്റിൽ ഇങ്ങനെ ഉള്ള ഒരു അവസരത്തിൽ ഇങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര തന്നെയാണ്. എന്താ പറയുക, ടെക്നോളജി ഒക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരു മിസ്റ്റേക്കുകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. പക്ഷെ എന്റെ കാഴ്ചപ്പാടുള്ളത് പെനാൾട്ടിക്കുള്ള ഫൗളൊന്നും ഇല്ല, ജസ്റ്റ് ടച്ച് ഇല്ല. അതെങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു 1-1 കഴിഞ്ഞ ശേഷമാണ് പോയിട്ട് വീഴുന്നത്. അത് എന്തുകൊണ്ടാണ് നടന്നില്ല. അങ്ങനെ ലെവർകൂസന്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ടില്ല. കളി തീപ്പാറി കളിയുന്ന ലെവർകൂസൻ അടിപൊളിയായിട്ട് കളിച്ചു. അവർക്ക് ഗോൾ ഇനിയും സ്കോർ ചെയ്യേണ്ടത് റയ എന്ന ഗോൾ കീപ്പറുടെ മുന്നിലാണ് അവര് പിന്നെയും പരാജയപ്പെട്ടത്. അല്ലെങ്കിൽ 2-3 ഗോളൊക്കെ അടിക്കേണ്ടതാണ്. സെറ്റ് പീസ് രാജാക്കന്മാർക്കെതിരെ സെറ്റ് പീസിലൂടെയാണ് ഗോൾ അടിച്ചത്. അവര് കോർണറിലാണ് ഗോൾ അടിച്ചത്. അത് അപ്പൊ എന്താണ്, ആരാണ് ജയിക്കാനുള്ള ചാൻസ്? എനിക്ക് തോന്നുന്നു ആഴ്സണലാണ്. ആഴ്സണലിന്റെ എമിറേറ്റ്സ് എത്ര ഗോളിലേക്ക് എങ്ങനെയായിരിക്കും സംഭവം? എത്ര സ്കോർ എന്ന് വെച്ചാൽ സ്കോർ ഇപ്പൊ ഉള്ളത് 1-1. എനിക്ക് ആഗ്രിഗേറ്റിൽ ഉള്ളത് 3-2 അല്ലെങ്കിൽ 4-2 അങ്ങനെ. എന്റെ അഭിപ്രായത്തില് ഒരു ചെറിയൊരു ഇതാട്ടോ, ഇത് ഇനിയിപ്പോ നടന്ന അത്ഭുതങ്ങളാണ്. ലെവർകൂസൻ ആഴ്സണലിനെ അട്ടിമറിക്കുന്ന ഒരു തോന്നലുണ്ട്, ചെറിയൊരു തോന്നലും മനസ്സിൽ തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ആഴ്സണലും ബയൺ മ്യൂണിക്കാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിൽ കപ്പടിക്കാനുള്ള ചാൻസ്. പക്ഷെ എന്തോ അന്നത്തെ ആഴ്സണലിന്റെ കളി കണ്ടപ്പോ എമിറേറ്റ്സിലാണ് ഗ്രൗണ്ടിൽ എമിറേറ്റ്സിലാണ് ഹോം ഗ്രൗണ്ടാണ് കളി എന്നുള്ള കാര്യമൊക്കെയാണ്. ചിലപ്പോൾ 3-4 ഗോളിന് ജയിക്കാം. പക്ഷെ എന്തോ ഒരു ചെറിയൊരു മനസ്സിലൊരു തോന്നലുണ്ട് ആഴ്സണല് പുറത്താവുന്ന ഒരു ഇത് വരുന്നത്. എന്താ പറഞ്ഞാല് ഗോളുകൾ അടിച്ചു കഴിഞ്ഞാല് ബയർ ലെവർകൂസന് പറഞ്ഞാല് ഒന്നും നഷ്ടപ്പെടാനില്ല, കിട്ടിയാലൊരു പ്രീ ക്വാർട്ടർ. അപ്പൊ ആ ഒരു ലെവലിലേക്ക് കളിക്കാം. അപ്പൊ എന്തായാലും ചിലപ്പോ ഒന്ന് തകടം പറയാം. എന്റെ ആഴ്സണൽ ഫാൻസ് എന്നോട് വിവരം തോന്നുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്റെ ഒരു എന്തോ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട്, അത് പറഞ്ഞോളൂ. ചിലപ്പോ ഇതേപോലെ 4-5 ഗോളിലൊക്കെ ജയിക്കാം, വന്ന് നമ്മളെ ട്രോള വരണ്ട. അപ്പൊ അടുത്ത കളി നോക്കുകയാണെങ്കിൽ ഏതാ കളിക്കാൻ വരിക? അടുത്ത കളി റയൽ മാഡ്രിഡ് വിസസ് മാഞ്ചസ്റ്റർ സിറ്റി. ലോകത്തെല്ലാവരും ഉറ്റു നോക്കിയ ഒരു കളിയാണ്. ആ സമയത്ത് വേറെ കളികൾ ഒരുപാട് നടത്തുന്നുണ്ട്. പക്ഷെ ഈ കളിക്കായിരുന്നു എല്ലാവരും ഇമ്പോർട്ടന്റ് കൊടുത്തത്. ഈ കളിയിൽ ടഫ് ഫൈറ്റ് ഉണ്ടാവുന്ന വിചാരിച്ച് കണ്ട കളിയാണ്. ടഫ് ഫൈറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടില്ല. എല്ലാവരും വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഈ സിറ്റിയുടെ ആധിപത്യത്തിൽ 3-4 ഗോളിന് റയലിനെ പരാജയപ്പെടുത്തുന്നത് റയലിന്റെ ഫാൻസുകാരടക്കം വിചാരിച്ചതായിരുന്നു ഈ ഒരു തോൽവി. അത് കളിക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് ഇന്ന പോലെ ഇത് സിറ്റിന്റെ കൂടെ നമ്മള് പരിക്കുകൾ ഒരുപാടുണ്ട്, ഇഞ്ചുറി ഉണ്ട്, എംബാപ്പ ഇല്ല, റോഡ്രിഗോ ഇല്ല, അതേപോലെ തന്നെ ബെല്ലിംഗ്ഹാം ഇല്ല, അങ്ങനെ ഒരുപാട് പരിക്കുകൾ കൊണ്ടൊക്കെ വരുന്നെന്ന് റയൽ മാഡ്രിഡിന്റെ ഫാൻസുകാരൊക്കെ സ്റ്റാറ്റസും കാര്യങ്ങളും ഇട്ടുണ്ടായിരുന്നു. ചില ഉറച്ച ഫാൻസുകാരുണ്ട്, അവര് മാത്രമാണ് ഞങ്ങൾക്ക് ഈ ടീമിനോട് ഇതുണ്ട്, ഞങ്ങള് വിജയിച്ചിരിക്കുന്നുള്ള കട്ടയ്ക്ക് പറഞ്ഞത്. നീ കളി തുടങ്ങിയപ്പോ സിറ്റി അല്ലേ അടിച്ചു കൂട്ടുന്ന നീ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി, നിസ്കരിച്ചിട്ട് വരുന്ന സമയത്ത് എന്തായിരുന്നു? ഇതാരാ അടിച്ചത് അല്ലേ? ശരിക്കും ഷോക്കായില്ലേ? ശരിക്കും ഞാൻ നോക്കുമ്പോ ടിവിയിൽ ഞാൻ വിചാരിച്ചു അത് 0-0 ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെന്തോ ചെയ്യാൻ പോയി. എന്നിട്ട് തിരിച്ച് നോക്കുമ്പോഴാണ് സ്കോർ കണ്ടത്. സ്കോർ കണ്ടപ്പോ 2-0.
അപ്പോ ആര് ഗോൾ അടിച്ച് ചോദിക്കുമ്പോ നിങ്ങൾ പറഞ്ഞ വാൽവേർഡിയാണ്. ഇപ്പോഴും അത് ലോഡിംഗ് ആവാണ്. എനിക്ക് വാൽവേർഡ് ഒരു ഡിഫൻഡർ ആൻഡ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഒരു പ്ലെയർ. പക്ഷെ ഈ കളി കാണാത്ത ആൾക്കാർ പിറ്റേ ദിവസം റയൽ തോൽക്കുന്ന വിചാരിച്ച് കിടന്നുറങ്ങിയ ആൾക്കാരുണ്ടാവും. അതേപോലെ റയലിന്റെ കളി എന്തായാലും സിറ്റി ആയിട്ടാണെന്നുള്ള ഇതിൽ കിടന്നുറങ്ങിയ ആൾക്കാരുടെ കളി കാണാൻ പറ്റാത്ത പിറ്റേ ദിവസം ആ ഒരു ഇത് കണ്ടപ്പോ ആ സ്കോർ ഷീറ്റ് നോക്കുമ്പോ വാൽബട്ടെ എന്താ പറഞ്ഞാല് സിറ്റിയുടെ ഈ പെപ് ഗാർഡിയോള എന്ന് പറഞ്ഞാല് ബീരങ്കിയും മറ്റേ ബോംബും ടൈമറും ബാലൻസ് മിസൈലും ഒക്കെ കൂടി ആക്രമിക്കാൻ വന്ന സെമീനയും ഒരു സൈഡിൽ ഡോക്കോയും ഹാലണ്ടും അതേപോലെ എന്താ പറയാ മൊത്തത്തിൽ ആക്രമിക്കാൻ വേണ്ടി വന്ന ആളുടെ ശരിക്കും ഒരു വാള് മാത്രം എടുത്തിട്ട് ഈ ചെങ്ങായി അങ്ങോട്ട് പോയിട്ട് വെട്ടി നുറുക്കി അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കശാപ്പ് ചെയ്തിട്ട് ഒന്നല്ലാണ്ട് ഒരു സൈഡിൽ ഇട്ടു. ഭാഗ്യം കൊണ്ടാണ് വിനീഷ്യസിന്റെ ഗോൾ കൂടി ആയതിനെ 4-0. അപ്പൊ എന്താണ് സെക്കൻഡ് ലെഗിൽ ഇപ്പോ പെപ് ഗാർഡിയോള പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ഇപ്പം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗോൾ കീപ്പർ പറഞ്ഞിട്ടുണ്ട് തിരിച്ചു കംബാക്ക് അടിക്കും ഡോണറോമ പറഞ്ഞിട്ടുണ്ട്. എന്താണ് എത്ര ഗോളിനായിരിക്കും എന്തായിരിക്കും ഒരു 1-2 ഗോൾ? കാരണം ഈ ലീഡ് അവര് പരമാവധി ഡിഫെൻഡ് ചെയ്യാൻ നോക്കത്തേ ഉള്ളൂ. കാരണം റയലിന് ഇനി അറിയാം സിറ്റി അവന് മൊത്തം ഇതിടും, അവന് ഉള്ളതിൽ തന്നെ ഫുള്ള് പവർ അവര് എടുത്തിട്ട് വന്നിട്ട് കളിയിടും. പക്ഷെ റയൽ മാഡ്രിഡ് ഡിഫെൻസ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ അവന്റെ എനിക്ക് തോന്നുന്നു അവര് 5-3-2 അങ്ങനത്തെ ഫോർമേഷനിലൊക്കെ കളിക്കുകയാണെങ്കിൽ റയലിന് കൗണ്ടർ ഇട്ട് മാത്രം അറ്റാക്ക് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് റയൽ മാഡ്രിഡ് പരമാവധി ഗോള് സ്കോർ ചെയ്യാണ്ട് ഡിഫെൻഡ് ചെയ്യും. ഈ സെക്കൻഡ് ഹാഫിൽ കഴിയില്ല. സെക്കൻഡ് ഹാഫിൽ ഗോളെങ്കിലും അടിക്കാൻ പറ്റും അവർക്ക്. സെക്കൻഡ് ഹാഫിൽ ഒരു ഗോൾ അടിച്ച് വൽവടെ, പക്ഷെ അവർക്ക് ഇവർക്ക് അടിക്കാം, സിറ്റിക്ക് ഗോൾ അടിക്കാൻ പറ്റും. എന്താ പറഞ്ഞാൽ അത്രയും ഡിഫൻസ് ആ ഡിഫൻസ് ചെയ്താൽ പോരെ. 4 ഗോളൊക്കെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാല് 4ാമത്തെ ഗോൾ അടിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ ടാസ്ക് തന്നെയാണ്. പക്ഷെ എന്റെ ഒരു ചാൻസിൽ സിറ്റി ഒരു 3 ഗോളൊക്കെ അടിക്കും. പക്ഷെ റയൽ മാഡ്രിഡ് 2 ഗോൾ കൂടി കൂടുതൽ അടിക്കുന്നുണ്ട്. അങ്ങനെ 5-3 ചിലപ്പോ അവസാനിക്കുക. ചിലപ്പോ ടൈറ്റ് ആവാനും ചാൻസ് ഉണ്ട്. എന്നാലും എന്റെ ഒരു ഇത് പറയുന്നത് ഒരു 5-3 അവസാനിക്കും. അപ്പൊ റയൽ മാഡ്രിഡ് തന്നെ അടുത്ത കളി നോക്കാം. അല്ല, താങ്കളുടെ അഭിപ്രായം പറയല്ല. ഞാൻ റയൽ മാഡ്രിഡ്, ഞാൻ ആദ്യം എത്ര ഗോളിന് എങ്ങനെ റയൽ മാഡ്രിഡ് ഒരു 4-2 അല്ലെങ്കിൽ 5-3 അങ്ങനത്തെ സ്കോറിൽ 5-3. ഓക്കെ, 2 ഗോൾ ഡിഫറൻസിൽ. അടുത്ത കളിക്ക് പോയാലോ? അടുത്ത കളി ആരാണ് പറഞ്ഞോളൂ. അടുത്ത കളി നോക്കുകയാണെങ്കിൽ ചെൽസി വിസസ് PSG. ആ ഒരു പകരം വീട്ടാനുണ്ട് എന്ന് പറഞ്ഞില്ലേ, പകരം വീട്ടാനുള്ളതാണ് അത് വീട്ടിയിരിക്കുന്നത്. എന്താ കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ സീസണിൽ ലൂയിസ് എൻട്രിക്കിന്റെ അണ്ടറിൽ PSG വാരാവുന്ന ട്രോഫികളൊക്കെ ഇങ്ങനെ ചാമ്പ്യൻസ് ലീഗും ലീഗ് 1 ലീഗ് കപ്പ് എല്ലാം വാരിക്കൂട്ടിയപ്പോ അതും ക്ലബ് വേൾഡ് കപ്പ് ഫൈനൽ വിസിൽ മുഴുകുന്ന വരെ സിറ്റി ലിവർപൂളിന്റെ കളി പോലെയായിരുന്നു. സോറി, സിറ്റി വിസസ് റയൽ മാഡ്രിഡിന്റെ കളി പോലെയായിരുന്നു. കളി തുടങ്ങുന്ന വിസടിക്കുന്നത് വരെ PSG കപ്പടിക്കുന്ന പറഞ്ഞ പോലെ നിന്ന കളിയായിരുന്നു. പക്ഷെ കളി കഴിഞ്ഞപ്പോ 3-0 ഇതേപോലെ സ്കോർ തന്നെ 3-0 വിജയിച്ചു. അതും PSG അത്ര നേരം കണ്ട PSG ഒന്നും അല്ലാതിരിക്കുന്നത്. അതല്ല, അന്ന് ചിലപ്പോ PSG ഒരു സെക്കൻഡ് പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. അതേപോലെ ഇന്നലെ റയലിനെതിരെ സിറ്റിന്റെ അവസ്ഥയും അവര് സിമിയോനെയും മറ്റേ ഡോപ്പനെയൊക്കെ ഇറക്കി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട് 2 വിങ്ങുകളിലൂടെ. പക്ഷെ കളി വരെ സെന്ററിൽ ആരും ഉണ്ടായിരുന്നില്ല. എന്താ പറഞ്ഞാൽ അവർക്ക് സപ്പോർട്ട് ഒന്നും പെപ്പ് പറഞ്ഞിട്ടുണ്ടാവും ചങ്ങായിമാരെ പിള്ളേരെ അവിടെ എല്ലാവരും പരിക്കായി കിടക്കാൻ, നിങ്ങൾ പോയിട്ട് 4-5 ഗോൾ അടിച്ചിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാ കളിക്കാർക്ക് വിട്ട് പോലെ വിട്ടാന്ന് തോന്നുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു ടാക്ടിക്സ് അതിൽ കാണുന്നില്ല. അപ്പോ എന്തായിരിക്കും ഈ കളിയിൽ മാർജിനിൽ നോക്കുകയാണെങ്കിൽ 5-2 PSG. ആ 2 ഗോളുകളൊക്കെ അവസാനമാണ് ചെൽസിയുടെ മിസ്റ്റേക്ക് കൊണ്ട് വന്നാണ്. ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല 2-2 സമനിലയിൽ പോയാണ്. 2 ടീമും നല്ല ഫോമിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. 2-2 സമനില ഉണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ ഗോൾ വരുന്നത് 4-5 ഗോൾ വന്നത് അവസാനത്തെ സബ്സ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് ചടപടാതെ 2 ഗോൾ അടിച്ചു. അത് എമാതിരി ഗോളുകളാണ്, കിട്ടില്ല ഗോളുകൾ, രക്ഷയില്ലാത്ത ഗോളുകളാണ് അടിച്ചത്. അപ്പോ എന്തായാലും ആ ചങ്ങായിന് കിട്ടിയത് ഭയങ്കര ലോട്ടറി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ലോണിലാണ് വന്നത്. ഇപ്പോ സ്ഥിരമാക്കി ലോണിലെന്ന് മാറ്റി സ്ഥിരമാക്കി തോന്നുന്നുണ്ട്. പക്ഷെ ലോണിൽ കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം ഒരു കിട്ടൽ തന്നെയാണ്. ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വേണം ടീമിൽ. ബാക്കപ്പ് ആയിട്ട് ഇങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ പിന്നെന്താ വന്ന് 10-15 മിനിറ്റ് കളിച്ച മിനിറ്റുകൾ 2 ഗോൾ അടിച്ച് മാൻ ഓഫ് ദി മാച്ച് തൂക്കിട്ടാ പോയത്. അപ്പൊ എന്തായിരിക്കും ചെൽസിയുടെ ബ്രിഡ്ജില് നടക്കില്ല. ബ്രിഡ്ജ് പൊളിക്കാനാവോ PSG അവിടെ പോയിട്ട്? ഇപ്പൊ തന്നെ പൊളിഞ്ഞില്ലേ? ഇപ്പൊ പൊളിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഇവിടെ വെച്ചിട്ടല്ല പൊളിച്ചിരിക്കും. ഇനി അവരുടെ ഹോം ഗ്രൗണ്ടിൽ കളിയുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഹോം ഗ്രൗണ്ടില് PSG 3 ഗോളൊക്കെ അടിക്കണ്ടേ ഇനി. ചാൻസ് ഉണ്ടാന്ന് വെച്ചാ ഉണ്ട്, പക്ഷെ ഇല്ലാന്ന് വെച്ചാ ഇല്ല. എനിക്ക് തോന്നുന്നില്ല PSG ഇനിയും 2-3 ഗോൾ അടിക്കും. ചെൽസി 1-2 ഗോൾ അടിക്കും. സ്കോഡ് നോക്കണം നിങ്ങൾ. സ്കോഡ് ബെഞ്ച് നോക്കണം എന്ന് പറയാം. സ്കോഡ് ഓൾറെഡി ടഫ് ഇതാണ്. അതിന്റെ ബാക്കിൽ ബെഞ്ചും അതേപോലെ. പക്ഷെ ഈ സീസണിൽ തുടക്കമൊക്കെ കാലഘട്ടം ലീഗ് 1 പുറകോട്ട് പോയിട്ട് ഇപ്പൊ വീണ്ടും ലീഗ് 1 ഫസ്റ്റ് എത്തി. ചാമ്പ്യൻസ് ലീഗിൽ നല്ല ഇത് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പഴയ ആ കഴിഞ്ഞ സീസണിലെ PSG വരിക തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ 15ാം സ്ഥാനത്തോ 16ാം സ്ഥാനത്തൊക്കെ ആയിരുന്നു. പിന്നെ
ക്ലച്ചായി മോനെ. പിന്നെ ഇങ്ങനെ വരുന്നതിലേക്ക് പറഞ്ഞു വിട്ടിട്ടാണ് അവര് ഫൈനൽ എത്തിക്കുന്നത്. ഫൈനലെത്തി അല്ലേ? എന്നിട്ട് ഫൈനൽ കപ്പ് തൂക്കി അവര് എന്തൊക്കെയോ കപ്പ് 5-0 തോൽപ്പിച്ചു. അതെ, ഫൈനലിസ്റ്റ് പോലും നോക്കിയില്ല അവര്. ആ ഫൈനലിസ്റ്റിനെ ബോർഡോഗ് ലിമിറ്റ് എടുത്ത് പുറത്തിട്ടിരിക്കണം. അപ്പൊ നമുക്ക് അടുത്ത കളി ബോർഡോഗ് ലിമിറ്റ് വിത്ത് സ്പോർട്ടിംഗ് സിപി മത്സരത്തിൽ വരാം. 3-0 ഈ ഒരു കുഞ്ഞു രാജ്യം എവിടത്തെന്നറിയോ? നോർവേ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഹാലൻഡിന്റെ നാട്ടുകാരാണ്. ഹാലൻഡിന്റെ ടീമിനാണ് ആദ്യം പരാജയപ്പെടുത്തിയത്. സിറ്റിയെ പരാജയപ്പെടുത്തി 3-0 വന്നുകൊണ്ട്. അത്ലറ്റിക് മഡ്രിഡ് 2-1 പരാജയപ്പെടുത്തി. ഇന്റർ മിലാൻ ഹോമിലും എവേയിലും വെച്ച് പരാജയപ്പെടുത്തി. സ്പോർട്ടിംഗ് സിപി ചില്ലറക്കാരെന്നല്ല, അവര് ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞപ്പോ ഫസ്റ്റ് ടോപ്പ് 8 ഉണ്ടായിരുന്നാണ്. അവര് PSG പരാജയപ്പെടുത്തി 2-1. അവര് നല്ല കളി കളിക്കുന്ന ടീമാണ്. പക്ഷെ മുമ്പിൽ അവരൊന്നുമല്ല. ഗ്രൗണ്ടിൽ പോയിട്ട് 3-0 ഇനി എനിക്ക് തോന്നുന്നില്ല അവിടെ പോയിട്ട് സ്പോർട്ടിംഗ് സിപി സ്പോർട്ടിംഗ് ഇത് ബോർഡോ ഗ്ലിമിറ്റിന്റെ കളിയൊക്കെ വെച്ച് നോക്കണെങ്കിൽ സാൻസിറോയിലൊക്കെ പോയിട്ട് അവർ കുറച്ച് ഡിഫൻസ് ചെയ്ത് എന്നിട്ട് പിന്നെ കുറച്ച് അറ്റാക്ക് ചെയ്ത് പിന്നെ ഡിഫൻസ് ചെയ്ത്. അത് വേറെ രസം, ഗോൾ അടിച്ച ശേഷം പിന്നെയും അവര് അടിക്കാൻ തുടങ്ങിയത് അവരുടെ ഇന്ററിന്റെ ഹോം ഗ്രൗണ്ടിൽ. അങ്ങനെയുള്ള ഒരു ടീം. എല്ലാവരും ഗോൾ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിഫൻസ് വരും. ഗോൾ അടിച്ച പിന്നെയും ഗോൾ അടിക്കാൻ വേണ്ടിട്ട് പിന്നെയും ഗോൾ അടിക്കണം. അതേപോലെ ഇന്നലത്തെ കളിയൊക്കെ കണ്ടു കഴിഞ്ഞാല് കിളി പാറിപ്പോ. ഹൈലൈറ്റ്സ് കണ്ട്, പക്ഷെ ലൈവായിട്ട് കാണാൻ പറ്റാത്ത ഭയങ്കര മിസ്സിംഗ് ആണ്. കാരണം നമുക്ക് റയലും ഇവിടെ ഇവരും കൂടി കളിക്കുമ്പോ വേറെ ഏത് കളിയെ കാണാൻ പറ്റുക? ചെൽസിയുടെ കളിയും PSG കളിയും കാണുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ ചെയ്യാ? പക്ഷെ കളി ടോപ്പ് കളി ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ബോർഡോ ലിമിറ്റ് എന്തായിരിക്കും? ബോർഡോ ലിമിറ്റ് ഇനിയും ചിലപ്പോ സ്പോർട്ടിംഗ് സിപി അടിക്കും 1-2 ഗോളുകൾ. പക്ഷെ ബോർഡോ ലിമിറ്റ് തിരിച്ച് 1-2 ഗോളുകൾ അടിച്ചിട്ട് അവര് ഒരു 5-2 5-3 അഗ്രിഗേറ്റില് അവര് ഫൈനൽ അടുത്ത റൗണ്ടിലേക്ക് പോകും. ഇനിയിപ്പോ അടുത്ത റൗണ്ട് എന്താണ്, ആഴ്സണലോ വരികയാണ്. അതേപോലെ തന്നെ ആഴ്സണൽ വരും, അല്ലെങ്കിൽ അവർക്ക് എതിരാളികളായിട്ട് വരും ലെവർകൂസൻ ആയിരിക്കും. എന്തായാലും രണ്ട് ടീമോ ആര് വന്നാലും ബോർഡോ ലിമിറ്റിന് മുന്നിൽ ഒന്ന് പരുങ്ങേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഒരു മാച്ച് അവരുടെ ഹോം ഗ്രൗണ്ടിൽ പോയി കളിക്കണം എന്നുള്ള ടാസ്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വരണം. അത് പറഞ്ഞാൽ ഈ ടീം പറഞ്ഞു കഴിഞ്ഞാൽ 2021 ജയിച്ചിട്ടില്ല, 2026 തോറ്റിട്ടില്ല. ഇപ്പൊ 5 കളിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിരിക്കുകയാണ്. ഇതെങ്ങാനും മഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഫാനാണ് ഇവിടെ വെച്ചിട്ട്. അത് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നു, സ്റ്റേഡിയത്തിന് മുടി വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചങ്ങായിട്ട് മുടി വിട്ടുന്ന ഡ്രിം ഉണ്ടായിരുന്നു. 5 കളി കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചു പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതില് ഏതൊക്കെ ടീമുകൾക്കാണ് അടുത്തുള്ള ചാൻസ് വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫിക്ചറിലേക്ക് വരികയാണെങ്കിൽ ചെൽസി വിസസ് PSG ഇതിൽ വിജയിക്കുന്നവര് നേരിടാൻ പോകുന്നത് ഗലക്ടസറായി വിസസ് ലിവർപൂൾ ആണ്. അടുത്ത സൈഡ് നോക്കിക്കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി വിസസ് റയൽ മാഡ്രിഡ് അവര് നേരിടാൻ പോകുന്നത് അറ്റ്ലാന്റയിലെ ബയൺ മ്യൂണിക്ക് ആയിട്ടുള്ള മത്സരത്തിലെ എതിരാളികളാണ്. അടുത്ത താഴെ വരികയാണെങ്കിൽ ബാഴ്സലോണ വേഴ്സസ് ന്യൂകാസൽ അവര് നേരിടാൻ പോകുന്നത് അറ്റ്ലന്റിക്കോ അല്ലെങ്കിൽ ടോട്ടനം ഹോട്ട്സ്പർ. ഇപ്പൊ ടോട്ടനം ഹോട്ട്സ്പർ അല്ലെങ്കിൽ അറ്റ്ലന്റിക്കോ ജയിക്കണമെങ്കിൽ ബാഴ്സലോണ അല്ലെങ്കിൽ ന്യൂകാസലിന് നേരിടേണ്ടി വരും അവർക്ക്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ബോർഡോ ഗ്ലിമിറ്റ് വേഴ്സസ് സ്പോർട്ടിംഗ് സിപി. അതിൽ ജയിക്കുന്നവര് ആഴ്സണൽ അല്ലെങ്കിൽ ബയൺ ലെവർകൂസനെ ഫേസ് ചെയ്യേണ്ടി വരും. ഇപ്പോഴത്തെ ബയൺ ലെവർകൂസൻ അല്ലാതെ ആഴ്സണൽ ജയിക്കണമെങ്കിൽ അവര് ബോർഡോ ഗ്ലിമിറ്റ് അല്ലാതെ സ്പോർട്ടിംഗ് സിപിനെ ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇങ്ങനെയാണ് ഫിക്ചർ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആഴ്സണലും കുറച്ച് പാത്ത് ഏറ്റവും എളുപ്പമായിട്ട് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്താനുള്ള പാത്ത് ആഴ്സണലാണ് ഈ സീസണിലുള്ളത്. അതിൽ ഇപ്പൊ സൈഡ് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണയ്ക്കാണ് രണ്ടാമത്തെ ചാൻസ് വരുന്നത്. എന്താണ് ബാഴ്സലോണയ്ക്ക് അവിടെ എത്തുമ്പോൾ ആഴ്സണൽ എന്നുള്ള വലിയൊരു കടമ്പ കിടക്കുന്നുണ്ട്. ഇനി എങ്ങാനും അട്ടിമറികളൊക്കെ നടന്ന് വേറെ വല്ല ടീം വരികയാണെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ ഈ സൈഡ് നോക്കുകയാണെങ്കിൽ കട്ടുകട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് PSG ഉണ്ട്, ചെൽസി ഉണ്ട്, ലിവർപൂൾ ഉണ്ട്, ബയൺ മ്യൂണിക്ക് ഉണ്ട്, മാഞ്ചസ്റ്റർ സിറ്റി ഉണ്ട്, റയൽ മാഡ്രിഡ് ഉണ്ട്. അങ്ങനെ കട്ടുകട്ടിയാണ് ഈ സൈഡ്. ആർക്ക് വേണമെങ്കിലും ഫൈനൽ എത്താവുന്നതാണ്. എനിക്ക് തോന്നുന്നു ആ സൈഡിൽ നിന്ന് വരുന്ന ഒരു ടീമായിരിക്കും ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ ഒരു തോന്നലുണ്ട്. അപ്പോ കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.